വിജയ് മന്ത്രിസഭയിൽ അംഗങ്ങളായ ലീഗിനെയും ബി.സി.കെയും വിമർശിക്കേണ്ടതില്ല എന്ന് എം.കെ. സ്റ്റാലിൻ. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാ പാർട്ടികൾക്കും അവകാശമുണ്ട് എന്ന് എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. ഡി.എം.കെ പ്രവർത്തകർ ആരെയും വേദനിപ്പിക്കുന്ന കടുത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്നും നിർദ്ദേശം നൽകി. ഡി.എം.കെ സഖ്യം ഉപേക്ഷിച്ച് ലീഗും ബി.സി.കെയും ടി.വി.കെ മന്ത്രിസഭയിൽ ചേർന്നതിന് പിന്നാലെ സൈബർ ആക്രമണം അവർക്കെതിരെ രൂക്ഷമായിരുന്നു. ഇ.ആർ. രാഗേഷ് വിവരങ്ങളുമായിട്ട് ചേർന്നു. രാഗേഷ്, ഇതിപ്പോൾ സ്വന്തം അണികളോടാണല്ലോ സ്റ്റാലിൻ ഇക്കാര്യം പറയുന്നത്. സ്റ്റാലിന് ഡി.എം.കെ മുന്നണിയിലായിരുന്നു ഈ പറയുന്ന പാർട്ടികളെല്ലാം. എന്നിട്ടിപ്പോൾ അവിടെ ചെല്ലുക മാത്രമല്ല, മന്ത്രിമാരാവുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അണികൾക്ക് വലിയ വിദ്വേഷമുണ്ടാകും. അത് പക്ഷേ പാടില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ സനീഷ്, കാരണം ഇന്നാണ് ലീഗും ബി.സി.കെയും വിജയ് മന്ത്രിസഭയുടെ ഭാഗമായത്. എം ഷാജഹാനാണ്, പാപനാശം എം.എൽ.എ ആണ് അദ്ദേഹമാണ് ലീഗിൻ്റെ പ്രതിനിധി. ബി.സി.കെയുടെ മന്ത്രിയായി 1 ഇയർ റിച്ചേർഡ്, ബി.സി.കെയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹവും മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഏതായാലും ഡി.എം.കെ സഖ്യം ശിഥിലമായി എന്ന് തന്നെ പറയാം. കാരണം ആദ്യം കോൺഗ്രസ് മുന്നണി വിട്ടുപോയി, അതിനുശേഷം മറ്റെല്ലാ പാർട്ടികളും ബി.ജെ.പി വരാതിരിക്കാൻ വിജയ് സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ലീഗും ബി.സി.കെയും ആ നിലപാട് മാറ്റുകയാണ്. കാരണം ലീഗ് ആദ്യം മുതൽ പറഞ്ഞിരുന്നത് ഇന്നലെയും ഇന്നും നാളെയും ഞങ്ങൾ സ്റ്റാലിനൊപ്പമായിരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ബി.സി.കെയും സമാനമായ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഈ രണ്ടു പാർട്ടികളെയും അന്വയിപ്പിച്ചൊപ്പം നിർത്താൻ ഇപ്പോൾ വിജയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കടുത്ത വിമർശനം ഏതായാലും ഡി.എം.കെ നേതാക്കളുടെയും അണികളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം എ രാജ ഡി.എം.കെയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ലോക്സഭ MP ആണ്. അദ്ദേഹമാണ് അയൽപ്പക്കത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകൾ പോലെയാണ് ഈ രണ്ടു പാർട്ടികളും എന്ന കടുത്ത വിമർശനമൊക്കെ തന്നെ, പരിഹാസമൊക്കെ തന്നെ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം.കെ. സ്റ്റാലിൻ ഇത്തരം ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം രാഷ്ട്രീയ പാർട്ടികളാണ്, അവർക്ക് സ്വന്തമായി രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വേദനിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് പോകേണ്ടതില്ല, മറിച്ച് ക്രിയാത്മക പ്രതിപക്ഷമായി തുടരാം, സർക്കാരിൻ്റെ നല്ല കാര്യങ്ങൾക്കൊപ്പം നിൽക്കാം, മോശം കാര്യങ്ങൾ കണ്ടാൽ അതിനെ വിമർശിക്കാം എന്നാണ് സ്റ്റാലിൻ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കാരണം കോൺഗ്രസ് നേരത്തെ മുന്നണി വിട്ടപ്പോൾ കടുത്ത വിമർശനം നേതാക്കളുടെ ഭാഗത്തുണ്ടായി. ഡി.എം.കെ പ്രമേയം പോലും പാസാക്കിയെങ്കിൽ ബി.സി.കെയും ലീഗും മുന്നണി വിടുമ്പോൾ അത്തരമൊരു നിലപാടല്ല ഏതായാലും ഡി.എം.കെ സ്വീകരിക്കുന്നതെന്നാണ് നിർണായകം അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യം. സനീഷ്.